ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? നമ്മളുടെ ചട്ടമ്പി സ്വാമികളുടെ കൂടെ വരാൻ വേണ്ടിയിട്ട്, കൂടെ വരാനല്ല, നമ്മളുടെ നീലകണ്ഠ തീർത്ഥമാതരും കൂടി അദ്ദേഹത്തിനോടൊപ്പം കൂടുകയാണല്ലേ. ഇതാണ് അദ്ദേഹത്തിൻ്റെ അറിവും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ കൂടുന്നതായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോഴെന്തായിരുന്നു, എന്തൊക്കെയായിരുന്നു, നല്ലൊരു ആഠ്യത്വമുള്ള ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. എന്താണ്, ഒരു നായർ തറവാട്ടിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ എന്താണ് വീട്ടിൽ എന്തായിരുന്നു, കൂടുതലായിട്ടും വിഷം ഇറക്കുന്ന സ്ഥലമായിരുന്നു. അതുപോലെ മന്ത്രവാദങ്ങളും എല്ലാം ചെയ്യുമായിരുന്നു അല്ലേ. പക്ഷേ അദ്ദേഹത്തിന് എന്താണ്, പഠിക്കാൻ വളരെ മിടുക്കനും ബാക്കി കാര്യങ്ങളെല്ലാം തൽപരനുമായിട്ടുള്ള നമ്മുടെ നീലകണ്ഠ തീർത്ഥപാദർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് എവിടെ കൊണ്ടാക്കിയത്? ആലുവയിൽ കൊണ്ടാക്കി അല്ലേ. അപ്പോൾ ആലുവയിൽ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ ചെന്ന് ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ചട്ടമ്പി സ്വാമികളെ പറ്റി കേൾക്കുന്നത്. അപ്പോൾ കേൾക്കാനിടയായ സാഹചര്യം, നമ്മുടെ ചട്ടമ്പി സ്വാമികൾ നമ്മുടെ തീർത്ഥപാദരുടെ കുടുംബ വീടിനടുത്താണ് താമസിക്കുന്നത്. ആ കുടുംബ വകയിൽപ്പെട്ട ഒരു വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവർ തമ്മിൽ പരിചയമാവുകയും ചട്ടമ്പി സ്വാമിക്ക് ആദ്യമേ തന്നെ ആ നീലകണ്ഠ തീർത്ഥപാദരെ കാണുമ്പോഴേക്കും എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു വിനയവും ആ തൃഷ്ണയും, ആ വിജ്ഞാന തൃഷ്ണയും വിനയവും ആർജവും എല്ലാം കണ്ടിട്ട് എന്താണ്, അദ്ദേഹത്തെ വളരെയേറെ ആകർഷിച്ചു. അദ്ദേഹത്തെ വളരെയേറെ ആകർഷിക്കും. അതുപോലെ തന്നെയാണ് സ്വാമികളുടെ മധുരോദാരമായിട്ടുള്ള പ്രഭാഷണം കേട്ടപ്പോൾ എന്താണ്, അദ്ദേഹത്തോട് വളരെ താല്പര്യം തോന്നി തീർത്ഥപാദർക്ക്. പിന്നീട് എന്താണ്, അവർ ആ ഒരു വിഷചികിത്സയെ പറ്റിയുള്ളൊരു സംസാരം, അവർ തമ്മിലുള്ള ഒരു വിഷചികിത്സയിൽ എന്താണ് അദ്ദേഹം പറയുന്നത്, ചട്ടമ്പി പറയുന്നത്, വിഷചികിത്സയിൽ ജ്ഞാനം ഉണ്ടായതുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവനവൻ്റെ മനസ്സിനകത്തെ വിഷത്തെ വേണം എടുത്ത് കളയാനുള്ള കാര്യം അദ്ദേഹം ഫലിതരൂപേണയാണ് പറഞ്ഞത്. പക്ഷേ അതിനകത്ത് എന്താണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ എന്നുള്ളത് നീലകണ്ഠ തീർത്ഥപാദർക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. പിന്നീട് ഉണ്ടല്ലോ അദ്ദേഹത്തിന് മൂവാറ്റുപുഴ, നമ്മുടെ ചട്ടമ്പിക്ക് മൂവാറ്റുപുഴ ഒരുപാട് ശിഷ്യന്മാരൊക്കെ ഉണ്ടായെങ്കിലും അദ്ദേഹത്തിന് കൂടുതലും അവിടെ തന്നെ അദ്ദേഹം താമസിച്ചില്ല. അദ്ദേഹം സഞ്ചാരമൊക്കെ തുടർന്നുകൊണ്ടേ ഇരുന്നു. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ബാക്കി നോക്കിയേ, കുറച്ചു കാലം സ്വാമികൾ അദ്ദേഹത്തോടൊപ്പം താമസിച്ചു. ആരോടൊപ്പമാണ്? അദ്ദേഹത്തിൻ്റെ ആലുവയിൽ ഒരു പഴയ സുഹൃത്ത്, ഒരു പോലീസ് സൂപ്രണ്ട് പാച്ചുപിള്ള, എന്താണ്, പോലീസ് സൂപ്രണ്ട് പാച്ചുപിള്ള താമസിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പഴയ പരിചയക്കാരനായിട്ടുള്ള പോലീസ് സൂപ്രണ്ട് പാച്ചുപിള്ള താമസിക്കുന്നുണ്ടായിരുന്നു. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയത്. അപ്പോൾ നോക്കിയേ, കുറച്ചു കാലം സ്വാമികൾ അദ്ദേഹത്തോടൊപ്പം താമസിച്ചു. ഇവിടെ താമസിക്കുന്ന കാലത്ത് ഉൽപ്പതിഷ്ണുക്കളായ നിരവധി യുവാക്കൾ സ്വാമിയെ കാണുവാൻ വരുമായിരുന്നു. അപ്പോൾ ഇവിടെ താമസിക്കുന്ന കാലത്താണ് ആലുവായിൽ സ്വാമികൾ താമസിക്കുന്ന കാലത്ത് ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള അനവധി യുവാക്കൾ, എന്താണ് ഉൽപ്പതിഷ്ണു എന്ന് വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ ഉയരാൻ ആഗ്രഹിക്കുന്ന ആളുകളെയാണ് ഉൽപ്പതിഷ്ണു എന്ന് പറയുന്നത് കേട്ടോ. ഉയരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഉൽപ്പതിഷ്ണുക്കളായ നിരവധി യുവാക്കൾ സ്വാമിയെ കാണാൻ വരുമായിരുന്നു. രാത്രികാലങ്ങളിൽ ആ യുവാക്കളോടൊത്ത് ആലുവ മണപ്പുറത്തുകൂടെ വേദാന്ത വ്യവഹാരങ്ങൾ ചർച്ച ചെയ്ത് നടക്കുമായിരുന്നു ചട്ടമ്പി സ്വാമികൾ. അപ്പോഴാക്കാലത്ത് അദ്ദേഹം ആലുവയിൽ താമസിച്ചിരുന്ന കാലത്ത് എന്താണ്, അവിടെ കുറെ ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള നിരവധി യുവാക്കൾ സ്വാമിയെ കാണുവാൻ വേണ്ടി വരുമായിരുന്നു. അതായത് ജീവിതം ഏറ്റവും ഉയരത്തിലെത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോഴെന്താണ്, രാത്രി കാലങ്ങളിൽ ആ യുവാക്കളോടൊത്ത് ആലുവ മണപ്പുറത്തുകൂടി വേദാന്ത വ്യവഹാരം ചർച്ച ചെയ്ത് നടക്കുമായിരുന്നു ചട്ടമ്പി സ്വാമികൾ. ആ യുവാക്കളിൽ ഒരാളായിരുന്നു കലൂർ കണ്ടൻ വൈദ്യർ. ആരാണ്? കലൂർ കണ്ടൻ വൈദ്യർ. ചിലപ്പോഴൊക്കെ സ്വാമി കലൂരിൽ കണ്ടൻ വൈദ്യരുടെ വീട്ടിൽ താമസിച്ചിരുന്നു. എന്താണ്, ചില സമയങ്ങളിലൊക്കെ കൂട്ടത്തിൽ ഒരാളായിട്ടുള്ള ആരാണ്? ആ കലൂർ കണ്ടൻ വൈദ്യർ. ചില ദിവസങ്ങളിൽ സ്വാമി എന്ത് ചെയ്യുമായിരുന്നു? കണ്ടൻ വൈദ്യരുടെ വീട്ടിലും താമസിക്കുമായിരുന്നു. എറണാകുളത്തെ ദിവാൻ സെക്രട്ടറി രാമയ്യനും പോലീസ് സൂപ്രണ്ട് ചന്തുലാലും സമാന ചിന്താഗതിക്കാരായിരുന്നു. എന്നിട്ട് എന്താണ്, എറണാകുളത്തെ ദിവാൻ സെക്രട്ടറി രാമയ്യൻ, എന്താണ് പേര്? രാമയ്യൻ. എറണാകുളത്തെ ദിവാൻ സെക്രട്ടറി രാമയ്യനും പോലീസ് സൂപ്രണ്ട് ചന്തുലാലും സമാന ചിന്താഗതിക്കാരായിരുന്നു. ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളായിരുന്നു. ആധ്യാത്മിക ജ്ഞാനം ആർജിക്കുക എന്നത് അവരുടെ
പ്രവർത്തകനും ചേരുമായിരുന്നു, ആ കൂട്ടത്തിൽ ചേരുന്നുണ്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പം. നോക്കി ഒന്നുകൂടി ആ ഒരു പാരഗ്രാഫ് ശ്രദ്ധിച്ച മക്കളെ. എറണാകുളത്തെ ദിവാൻ സെക്രട്ടറി രാമയ്യനും പോലീസ് സൂപ്രണ്ട് ചന്തുലാലും സമാന ചിന്താഗതിക്കാരായിരുന്നു. ആധ്യാത്മിക പ്രജ്ഞാനം ആർജിക്കുക എന്നത് അവരുടെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. സായാഹ്നങ്ങളിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ആധ്യാത്മിക വിഷയങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. കൂട്ടത്തിൽ പത്മനാഭനാചാരി എന്ന ആത്മവിദ്യാ പ്രവർത്തകനും ചേരുമായിരുന്നു. കൂട്ടത്തിൽ എന്താണ്? ആ പത്മനാഭനാചാരി എന്ന ആത്മവിദ്യാ പ്രവർത്തകനും ഇവരോടൊപ്പം ചേരുമായിരുന്നു. രജപുത്ര വംശത്തിൽപ്പെട്ട ചന്തുലാൽ ഒരു ദിവസം പുതിയൊരു സുഹൃത്തിനെ അവർക്ക് പരിചയപ്പെടുത്തി. ഇവിടെ ചന്തുലാൽ എന്ന് പറയുന്നത് എന്താണ്? രജപുത്ര വംശത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ജനിച്ച ആ ഒരു എന്താണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഒരു കുടുംബത്തിന്റെ അദ്ദേഹത്തിന്റെ ഒരു ജാതി മത ഇതായിട്ട് പറയുന്നതാണ് രജപുത്ര വംശം. ആ ചന്തുലാൽ ഒരു ദിവസം പുതിയൊരു സുഹൃത്തിനെ അവർക്ക് പരിചയപ്പെടുത്തി. പുതിയൊരു സുഹൃത്തിനെ അദ്ദേഹം പരിചയപ്പെടുത്തി. ചട്ടമ്പി സ്വാമികളായിരുന്നു ആ ചങ്ങാതി. അവരുടെ സുഹൃത്ത് നമ്മൾ പുതുതായിട്ട് പരിചയപ്പെടുത്തിയ ആളാരാണ്? ചട്ടമ്പി സ്വാമികളായിരുന്നു. ആ ചട്ടമ്പി സ്വാമികളായിരുന്നു നോക്കി കുഞ്ഞുങ്ങളെ, ചട്ടമ്പി സ്വാമികളായിരുന്നു അത് ആ ചങ്ങാതി. സ്വാമിയുടെ വേദാന്ത വിജ്ഞാനം മാത്രമല്ല അവരെ ആകർഷിച്ചത്. അദ്ദേഹത്തിന്റെ ആ ഒരു വേദാന്തത്തെ പറ്റിയുള്ള അറിവ് മാത്രമല്ല, വേദാന്ത വിജ്ഞാനം മാത്രമല്ല അവരെ ആകർഷിച്ചത്. അതിമനോഹരമായ ഭജനകൾ ആലപിച്ചിരുന്ന ചട്ടമ്പി സ്വാമിയുടെ സ്വരമാധുര്യവും സംഗീതബോധവും അവരെ അതിശയിപ്പിച്ചിരുന്നു. അപ്പോഴെന്താണ്? അദ്ദേഹത്തിന്റെ ആ ഒരു വേദാന്ത വിജ്ഞാനം മാത്രമല്ല അവരെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചത്. മാത്രമല്ലാതെ വേറെന്തുണ്ട്? അതിമനോഹരമായിട്ടുള്ള ഭജനുകൾ, നല്ല കീർത്തനങ്ങളല്ലേ ഇദ്ദേഹം ചൊല്ലുന്നത്. ആ ഭജനുകൾ എന്താണ്? ആലപിച്ചിരുന്ന ചട്ടമ്പി സ്വാമിയുടെ സ്വരമാധുരിയും സംഗീതബോധവും അവരെ അതിശയിപ്പിച്ചിരുന്നു. എന്താണ്? അതിമനോഹരമായിട്ടുള്ള ഭജനുകൾ ആലപിച്ചിരുന്ന ചട്ടമ്പി സ്വാമിയുടെ സ്വരമാധുരിയും സംഗീതബോധവും അവരെ അതിശയിപ്പിച്ചിരുന്നു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് അവർക്ക് അത്ഭുതമായിട്ട് തോന്നിയത്? നമ്മുടെ ചട്ടമ്പി സ്വാമിയുടെ വേദാന്ത വിജ്ഞാനം അവർക്ക് അത്ഭുതമായിട്ടാണ് തോന്നിയത്. അതുപോലെ തന്നെ അവരെ ആകർഷിച്ച മറ്റൊന്ന് എന്താണ്? ആ അതിമനോഹരമായിട്ടുള്ള ഭജനുകൾ. അത് അതിന്റെ ആ ഒരു സംഗീത ബോധവും സ്വരമാധുരിയും അദ്ദേഹത്തെ വളരെയധികം അതിശയിപ്പിച്ചിരുന്നു. ചന്തുലാൽ ഒരിക്കൽ സ്വാമിയെ തന്റെ വസതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ചന്തുലാലിന്റെ ഒരിക്കൽ എന്ത് ചെയ്തു? സ്വാമിയെ തന്റെ വസതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ ഭാര്യ അന്യർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുക്കുക പതിവില്ലായിരുന്നുവെങ്കിലും ചട്ടമ്പി സ്വാമികളോടുള്ള ആദരവ് അവരെ ആ പതിവ് തെറ്റിക്കുവാൻ നിർബന്ധിതയാക്കി. എന്താണ്? ആ ചന്തുലാൽ എന്ന് പറഞ്ഞാൽ എന്ത് വംശമാണെന്നാ പറഞ്ഞത്? രജപുത്ര വംശത്തിൽപ്പെട്ട ആളായിരുന്നു ചന്തുലാൽ. രജപുത്ര വംശത്തിൽപ്പെട്ട ആളായിരുന്നു. അപ്പോഴെന്താണ്? ആ ചന്തുലാൽ ഒരു ദിവസം എന്ത് ചെയ്തു? സ്വാമിയെ എന്ത് ചെയ്തു? തന്റെ ആ വസതിയിലേക്ക്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോഴെന്താണ്? ആ വീട്ടിലേക്ക് ചെന്നപ്പോഴെന്ത് സ്വാഭാവികമായിട്ടും ഭക്ഷണം എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പോഴെന്താണ്? ആ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞപ്പോഴെന്താണ്? അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ട് അവിടെ. പക്ഷെ അവരെന്താണ്? അന്യർക്ക്, പുറത്തുനിന്നുള്ള ആർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുക പതിവില്ലായിരുന്നു. അവർക്ക് അങ്ങനെ പുറത്തുനിന്ന് വരുന്ന ഒരാളിന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ശീലം അവർക്ക് ഇല്ലായിരുന്നു. പക്ഷേ ചട്ടമ്പി സ്വാമിയോടുള്ള ആദരവ് അവരെ ആ പതിവ് തെറ്റിക്കുവാൻ നിർബന്ധിതയാക്കി. പക്ഷേ ചട്ടമ്പി സ്വാമികളോടുള്ള ആ ഒരു ആദരവും ബഹുമാനവുമെല്ലാം അവരെ ആ ഒരു പതിവ് തെറ്റിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതയാക്കി. അപ്പോൾ മനസ്സിലായോ? ആരാണ് ചന്തുലാലിന്റെ ഭാര്യ? എന്താണ്? രജപുത്ര വംശത്തിൽപ്പെട്ട ചന്തുലാലിന്റെ ഭാര്യ പുറമേയുള്ള ആർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കില്ലായിരുന്നു. പക്ഷേ ചട്ടമ്പിയോടുള്ള ആദരസൂചകമായിട്ട് അവരെ ആ പതിവിൽ നിന്ന് പതിവ് തെറ്റിക്കാൻ വേണ്ടി നിർബന്ധിതയാക്കി. ഈ സന്ദർഭത്തിലാണ് ചട്ടമ്പി സ്വാമികൾക്ക് മറ്റൊരു അപൂർവ ഭാഗ്യം സിദ്ധിച്ചത്. ഈ സമയത്താണ് ചട്ടമ്പി സ്വാമികൾക്ക് മറ്റൊരു അപൂർവമായിട്ടുള്ള ഭാഗ്യം സിദ്ധിച്ചത്. സ്വാമി വിവേകാനന്ദനുമായിട്ടുള്ള സംഗമം. ആ സമയത്താണ് ചട്ടമ്പി സ്വാമികൾക്ക് വേറൊരു അപൂർവമായിട്ടുള്ളൊരു ഭാഗ്യം സിദ്ധിച്ചത്. എന്തായിരുന്നു ആ ഭാഗ്യം? സ്വാമി വിവേകാനന്ദനുമായിട്ടുള്ള സംഗമം. നമ്മൾ കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ പഠിച്ചല്ലോ സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ ആ ഒരു കഥയെല്ലാം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ചട്ടമ്പി സ്വാമികളിലേക്ക് തന്നെ വരാം. സ്വാമി വിവേകാനന്ദനുമായിട്ടുള്ള സമാഗമം 1892 ഡിസംബറിലാണ് വിവേകാനന്ദ സ്വാമികൾ മൈസൂരിൽ നിന്നും തൃശ്ശൂർ വഴി എറണാകുളത്തെത്തിയത്. അപ്പോൾ വിവേകാനന്ദ സ്വാമികൾ എന്താണ് 1882 സോറി 82 മക്കളെ 92
വർഷങ്ങളൊക്കെ നമ്മൾ പഠിച്ചില്ലേ? നമ്മുടെ വിവേകാനന്ദന്റെ ഗുരുവായിട്ടുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസൻ രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥയിൽ 1882 അദ്ദേഹത്തിന് തൊണ്ടവേദനയായിട്ടുള്ള അസുഖം അർബുദമാകുന്നത്. 83 അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 10 വർഷങ്ങൾക്ക് ശേഷം 1892 ഡിസംബറിലാണ് വിവേകാനന്ദ സ്വാമികൾ മൈസൂരിൽ നിന്നും തൃശ്ശൂർ വഴി എറണാകുളത്ത് എത്തിയത്. കൊളംബിലേക്കുള്ള യാത്രാമധ്യേ കൊളംബോ എന്ന് പറയുന്നത് എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ ശ്രീലങ്ക അറിയപ്പെട്ടിരുന്ന പേരാണ് കൊളംബോ കണ്ടോ? കൊളംബിലേക്കുള്ള യാത്രാമധ്യേ കേരളത്തിൽ എത്തിയതായിരുന്നു അദ്ദേഹം. അപ്പോൾ ശ്രീലങ്കയിലേക്ക് അദ്ദേഹം പോവുകയായിരുന്നു. ആ കൊളംബിലേക്ക് അദ്ദേഹം പോവുകയായിരുന്നു. അതിൻ്റെ ഉള്ള യാത്രാമധ്യയാണ് അദ്ദേഹം എവിടെ എത്തിയത്? കേരളത്തിൽ എത്തിയത്. കൊളംബിലേക്കുള്ള യാത്രാമധ്യേ കേരളത്തിൽ എത്തിയതായിരുന്നു അദ്ദേഹം. എറണാകുളത്ത് ദിവാൻ സെക്രട്ടറി രാമയ്യന്റെ വീട്ടിലാണ് അദ്ദേഹം വിശ്രമിച്ചത്. എറണാകുളത്ത് എന്താണ്? ദിവാൻ സെക്രട്ടറി ആയിട്ടുള്ള രാമയ്യന്റെ വീട്ടിലാണ് അദ്ദേഹം വിശ്രമിച്ചത്. അദ്ദേഹം റെസ്റ്റ് എടുത്തത് എവിടാണ്? ദിവാൻ സെക്രട്ടറി ആയിട്ടുള്ള രാമയ്യന്റെ വീട്ടിലാണ് അദ്ദേഹം വിശ്രമിച്ചത്. ബംഗാളിൽ നിന്നെത്തിയ ആ യോഗീശ്വരനോട് സംവദിക്കുവാനും ചോദ്യങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തെ പരീക്ഷിക്കുവാനും എറണാകുളത്തെ സ്വാമികളുടെ സുഹൃത്ത് സംഘം തീരുമാനിച്ചു. അപ്പോഴെന്താണ് പറയുന്നത്? 2 മഹത് വ്യക്തികൾ തമ്മിൽ കൂടിക്കാണാൻ പോവുകയാണ്. കണ്ടോ? നോക്കി എങ്ങനെയായിരുന്നു? 1892 ഡിസംബറിലാണ് വിവേകാനന്ദ സ്വാമികൾ മൈസൂരിൽ നിന്നും തൃശ്ശൂർ വഴി എറണാകുളത്തെത്തിയത്. കൊളംബിലേക്കുള്ള യാത്രാമധ്യേ കേരളത്തിലെത്തിയതായിരുന്നു അദ്ദേഹം. എറണാകുളത്ത് ദിവാൻ സെക്രട്ടറി രാമയ്യന്റെ വീട്ടിലാണ് അദ്ദേഹം വിശ്രമിച്ചത്. ആ ദിവാൻ സെക്രട്ടറി ആയിട്ടുള്ള രാമയ്യന്റെ വീട്ടിലാണ് അദ്ദേഹം വിശ്രമിച്ചത്. ബംഗാളിൽ നിന്നെത്തിയ ആ മഹായോഗീശ്വരനോട് സംവദിക്കുവാനും ചോദ്യങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തെ പരീക്ഷിക്കുവാനും എറണാകുളത്തെ സ്വാമികളുടെ സുഹൃത്ത് സംഘം തീരുമാനിച്ചു. അതിന് എറണാകുളത്തെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ സംഘം തീരുമാനിക്കുന്നതാണ് എന്താണ്? ആ മഹായോഗീശ്വരനോട് സംവദിക്കാനും ചോദ്യങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തെ പരീക്ഷിക്കുവാനും തീരുമാനിക്കുകയാണ്. അതിനായി ചട്ടമ്പി സ്വാമികളെയാണ് അവർ മനസ്സിൽ കണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ചട്ടമ്പി സ്വാമികളെയാണ് അവര് മനസ്സിൽ കണ്ടത്. ചട്ടമ്പി സ്വാമികൾക്ക് പ്രഥമ ദർശനത്തിൽ തന്നെ വിവേകാനന്ദ സ്വാമിയുടെ മൂല്യം തിരിച്ചറിയുവാൻ അനായാസം സാധിച്ചു. അപ്പോൾ ചട്ടമ്പി സ്വാമിക്കാണെങ്കിൽ എന്താണ്? ആ ആദ്യ നോട്ടത്തിൽ തന്നെ പ്രഥമ ദർശനം, ആദ്യമായിട്ട് കാണുന്ന ഒരു നോട്ടം തന്നെ, അതാണ് പ്രഥമ ദർശനം. ചട്ടമ്പി സ്വാമികൾക്ക് പ്രഥമ ദർശനത്തിൽ തന്നെ വിവേകാനന്ദ സ്വാമികളുടെ മൂല്യം തിരിച്ചറിയുവാൻ അനായാസം സാധിച്ചു. ആ വിവേകാനന്ദന്റെ മൂല്യം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചട്ടമ്പി സ്വാമികൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ സാധിച്ചു. സ്വാമി വിവേകാനന്ദന്റെ കോമള വദനവും അദ്ദേഹത്തിന്റെ വിസ്മയകരമായ പ്രഭാഷണചാരുതയും സ്വാമികളെ അത്ഭുതാതീതരാക്കി. എന്താണ്? ആ വിവേകാനന്ദന്റെ ആ കോമള വദനം, മനോഹരമായിട്ടുള്ള കോമളമായിട്ടുള്ള ആ ഒരു വദനവും പിന്നെന്താണ് അദ്ദേഹത്തിന്റെ വിസ്മയകരമായ പ്രഭാഷണചാരുതയും, അദ്ദേഹത്തിന്റെ ഒരു നല്ല അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രഭാഷണചാരുതി, ആ പ്രഭാഷണചാരുതിയും സ്വാമികളെ അത്ഭുതാതീതനാക്കി. സംസ്കൃതത്തിലാണ് ചട്ടമ്പി സ്വാമികളും വിവേകാനന്ദനും തമ്മിൽ സംസാരിച്ചത്. അവരേത് ഭാഷയാണ് ഉപയോഗിച്ചത്? സംസ്കൃത ഭാഷയിലാണ് ചട്ടമ്പി സ്വാമികളും വിവേകാനന്ദനും തമ്മിൽ സംസാരിച്ചത്. വിവേകാനന്ദന് മലയാളം അറിയാമോ? ഇല്ല. ചട്ടമ്പി സ്വാമിക്ക് ബംഗാളി അറിയാമോ? ഇല്ല. അവർക്ക് 2 പേർക്കും അറിയാവുന്ന ഭാഷകൾ ഒന്നേതായിരുന്നു? സംസ്കൃതം. അതുകൊണ്ട് അവർ 2 പേരും സംസ്കൃതത്തിലാണ് സംസാരിച്ചത്. ഓക്കെ, മനസ്സിലായ മക്കളെ? നോക്കിയേ, എന്താണ്? ചട്ടമ്പി സ്വാമികളെയാണ് അവർ മനസ്സിൽ കണ്ടത്. ചട്ടമ്പി സ്വാമികൾക്ക് പ്രഥമ ദർശനത്തിൽ തന്നെ വിവേകാനന്ദ സ്വാമികളുടെ മൂല്യം തിരിച്ചറിയുവാൻ അനായാസം സാധിച്ചു. സ്വാമി വിവേകാനന്ദന്റെ കോമള വദനവും അദ്ദേഹത്തിന്റെ വിസ്മയകരമായ പ്രഭാഷണചാരുതയും സ്വാമികളെ അത്ഭുതാതീതരാക്കി. സംസ്കൃതത്തിലാണ് ചട്ടമ്പി സ്വാമികളും വിവേകാനന്ദനും തമ്മിൽ സംസാരിച്ചത്. കീദൃശി ചിന്മുദ്ര, കണ്ടോ? കീദൃശി ചിന്മുദ്ര. ചിന്മുദ്ര എന്താണ് ചോദിക്കുന്നത്? ചിന്മുദ്ര എന്ന് പറയുന്നത് എന്താണെന്നാണ് എന്ന ചോദ്യത്തിന് സ്വാമിയിൽ നിന്നും ലഭിച്ച മറുപടി അതിനു മുമ്പ് ആരും കേട്ടിട്ടില്ലാത്ത വിധം
പുതുമയുള്ളതായിരുന്നു. എന്താണ് കീദൃശി ചിന്മുദ്ര? അതായത് എൻ്റെ അർത്ഥം ചിന്മുദ്ര എന്താണ് എന്ന ചോദ്യത്തിന് സ്വാമിയിൽ നിന്ന് ലഭിച്ച മറുപടി അതിനു മുമ്പ് ആരും കേട്ടിട്ടില്ലാത്ത വിധം പുതുമയുള്ളതായിരുന്നു. ചിന്മുദ്രയുടെ പ്രവർത്തനം ചട്ടമ്പി സ്വാമി വിശദീകരിച്ചത് വിവേകാനന്ദനെ അത്ഭുതപ്പെടുത്തി. വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളുടെ കൈപിടിച്ച് സ്വന്തം തല കുലിച്ചുകൊണ്ട് വളരെ നന്നായി എന്ന് പറഞ്ഞു. എന്താണ് ആ വിവേകാനന്ദൻ എന്താണ് ചട്ടമ്പി സ്വാമികളുടെ കയ്യിൽ പിടിച്ചിട്ട് സ്വന്തം തല കുലിച്ചുകൊണ്ട് വളരെ നന്നായി എന്ന് പറഞ്ഞു. ഇവിടെ മലബാറിൽ ഞാനൊരു മഹാനായ മനുഷ്യനെ കണ്ടു എന്ന് ചട്ടമ്പി സ്വാമികളെ ഉപദേശിച്ച് വിവേകാനന്ദൻ പറഞ്ഞു അത്രേ. എന്താണ് ഇവിടെ മലബാറിൽ അദ്ദേഹത്തിന്റെ ആ ഒരു മറുപടി കേട്ട് അദ്ദേഹം വളരെ എന്താണ് വണങ്ങി അല്ലേ, കയ്യിൽ ചെന്ന് പിടിച്ചിട്ട് തല കുമ്പിടുകയാണ് ചെയ്തത്. എന്നിട്ട് എന്താണ് പറഞ്ഞത്? ഇവിടെ മലബാറിൽ ഞാൻ മഹാനായ ഒരു മനുഷ്യനെ കണ്ടു എന്ന് ചട്ടമ്പി സ്വാമികളെ ഉദ്ദേശിച്ച് വിവേകാനന്ദൻ പറഞ്ഞു അത്രേ. നല്ലൊരു ഒരു മഹാനായിട്ടുള്ള വ്യക്തിയെ ഞാനിവിടെ മലബാറിൽ കണ്ടു എന്ന് ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്? ചട്ടമ്പി സ്വാമികളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഒരു സ്ഥലത്തും കൂടുതൽ ദിവസം താമസിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. ഒരു സ്ഥലത്തും കൂടുതൽ ദിവസം ഒന്നും താമസിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. എറണാകുളത്ത് നിന്ന് വിട്ട് വൈക്കം, ചേർത്തല എന്നീ സ്ഥലങ്ങളിലായി പിന്നെ അദ്ദേഹത്തിന്റെ സഞ്ചാരം. ഇപ്പോഴെന്താണ് അദ്ദേഹം എറണാകുളത്ത് നിന്ന് മാറിയിട്ട് എന്ത് ചെയ്യും? വൈക്കം, ചേർത്തല എന്നീ സ്ഥലങ്ങളിലായി പിന്നെ അദ്ദേഹത്തിന്റെ സഞ്ചാരം. വൈക്കം, ചേർത്തല അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരുന്നു പിന്നീട് അദ്ദേഹം സഞ്ചരിക്കുന്നത്. വൈക്കത്ത് വൈദ്യവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന പരാതി വൈദ്യർ, അങ്കൻ വൈദ്യർ എന്നിവരുടെ അതിഥിയായി അദ്ദേഹം താമസിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ എറണാകുളത്ത് നിന്നും അദ്ദേഹം അവിടെ വിട്ടിട്ട് വൈക്കം, ചേർത്തല എന്നീ സ്ഥലങ്ങളിലായി അദ്ദേഹത്തിന്റെ സഞ്ചാരം. പിന്നെന്താണ് വൈക്കത്ത് വൈദ്യവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന പാതിരി വൈദ്യർ, വൈദ്യരുടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന പാതിരി വൈദ്യർ, അങ്കൻ വൈദ്യർ എന്നിവരുടെ അതിഥിയായി അദ്ദേഹം താമസിക്കാറുണ്ടായിരുന്നു. വേറെ വൈദ്യന്മാരുടെ അതിഥിയായിട്ട് അദ്ദേഹം താമസിക്കാറുണ്ടായിരുന്നു. ആ വൈദ്യന്മാരുടെ പുറ്റനാൽ എന്ന പ്രസിദ്ധമായ ഈഴവ ഗൃഹത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം. എന്താണ് ആ വൈദ്യരുടെ വീട്ടിൽ അതിഥിയായിട്ട് അദ്ദേഹം താമസിക്കാറുണ്ടായിരുന്നു. ആ വൈദ്യന്മാരുടെ പുറ്റനാൽ എന്ന പ്രസിദ്ധമായ ഈഴവ ഗൃഹത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം. പുറ്റനാൽ വീട്ടിൽ ചട്ടമ്പി സ്വാമിയെയും നാരായണ ഗുരുവും ചിലപ്പോഴെല്ലാം ഒരുമിക്കാറുണ്ടായിരുന്നു. ആ പുറ്റനാൽ എന്ന് പറയുന്ന ഈഴവ ഗൃഹത്തിൽ അവിടെ അദ്ദേഹം താമസിക്കുമായിരുന്നു. ആ പുറ്റനാൽ വീട്ടിൽ ചട്ടമ്പി സ്വാമിയും നാരായണ ഗുരുവും ചിലപ്പോഴെല്ലാം ഒരുമിക്കാറുണ്ടായിരുന്നു. ആ നാരായണ ഗുരുവിനെ നമ്മളുടെ ചട്ടമ്പി സ്വാമിയും ആ വീട്ടിൽ മിക്കവാറും ഒരുമിക്കാറുണ്ടായിരുന്നു. ഹിംസ്ര ജന്തുക്കളുടെയും മറ്റു ജീവജീവികളോടും അദ്ദേഹത്തിന് വലിയ സ്നേഹമായിരുന്നു. എന്താണ് ഹിംസ്ര ജന്തുക്കളോട്? ക്രൂരരായിട്ടുള്ള മൃഗങ്ങളുണ്ടല്ലോ, നമ്മൾ കടുവ, പുലിയൊക്കെ ഹിംസ്ര ജന്തുക്കളാണ്. ഹിംസ്ര ജന്തുക്കൾ. പിന്നെ പട്ടിയൊന്നും ഹിംസ്ര ജന്തു എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഹിംസ്ര ജന്തുക്കളോടും മറ്റു ജീവജാലങ്ങളോടും അദ്ദേഹത്തിന് വലിയ സ്നേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഹിംസ്ര ജന്തുക്കൾ പോലും ശാന്തരാകുമായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു സാന്നിധ്യത്തിൽ ആ ഹിംസ്ര ജന്തുക്കൾ പോലും ശാന്തരാകുമായിരുന്നു. എക്സൈസ് ഇൻസ്പെക്ടറായിരുന്ന ഒരു പട്ടാണിയുടെ മഹാശൂരനായ നായ ചങ്ങല പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങി കുറെ ആളുകളെ കടിക്കുകയുണ്ടായി. അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്തു? ഒരു ദിവസം ആ എക്സൈസ് ഇൻസ്പെക്ടറായിരുന്ന ഒരു പട്ടാണിയുടെ മഹാശൂരനായ നായ ചങ്ങല പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങി കുറെ ആളുകളെ കടിക്കുകയുണ്ടായി. ഒരിക്കലൊരു നായ, മഹാശൂരനായിട്ടുള്ള ഒരു നായ അതിനെ കെട്ടിയിട്ടിരുന്ന ചങ്ങല പൊട്ടിച്ച് പുറത്തിറങ്ങി വന്ന് ഒത്തിരി ആൾക്കാരെ കടിച്ചു. ആർക്കും നിയന്ത്രിക്കുവാൻ പറ്റാതായപ്പോൾ പോലീസ് ഇൻസ്പെക്ടർ അതിനെ വെടിവെച്ച് കൊല്ലുവാൻ നിശ്ചയിച്ചു. അപ്പോൾ ആ പട്ടി ഇറങ്ങി വന്ന് എല്ലാവരെയും കടിക്കുകയാണ്. അങ്ങനെ കടിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി ആർക്കും പറ്റുന്നില്ല. അപ്പോഴെന്ത് ചെയ്യുവാണ്? ആ നായയെ എന്ത് ചെയ്യാൻ? വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് പോലീസ് ഇൻസ്പെക്ടർ നിശ്ചയിച്ചു.
അപ്പൊ അതിനെ കൊന്നു കളയാനും പറ്റും, ഇല്ലെങ്കിൽ എന്താണ് കാണുന്നവരെ മൊത്തം കടിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അയാൾ പട്ടിയെ വെടിവെക്കുവാൻ ഉന്നം പിടിച്ചു നിൽക്കുന്ന സമയത്ത് കുറ്റിനാൽ കുടുംബത്തിലെ വൈദ്യ സുഹൃത്തുക്കളെയും കൂട്ടി സ്വാമികൾ നായയെ കാണാനെത്തിയത്. എന്താണ് അയാൾ ആ പട്ടിയെ എന്താണ് ആ വെടിവെക്കുവാൻ ഉന്നം പിടിച്ചു നിൽക്കുന്ന ആ ഒരു സമയത്ത്, ആ ഉന്നം പിടിച്ചു നിൽക്കുന്ന സമയത്ത് എന്താണ് കുറ്റനാൽ കുടുംബത്തിലെ വൈദ്യ സുഹൃത്തുക്കളെയും കൂട്ടി സ്വാമികൾ നായയെ കാണാൻ എത്തിയത്. അവിടുത്തെ വൈദ്യ സുഹൃത്തുക്കളെയും കൂട്ടിയിട്ട് അദ്ദേഹം നായയെ കാണാൻ വേണ്ടി എത്തി. സ്വാമി നേരെ നായയുടെ ഏകദേശം 100 അടി അകലത്തിൽ നിലയുറപ്പിച്ച് ഒന്ന് കൈയൊടിച്ചു. എന്ത് ചെയ്തു? ആ സ്വാമി ആ നായയുടെ ആ പട്ടിയുടെ നേരെ ഒരു ഏകദേശം 100 അടി അകലത്തിൽ നിന്നുകൊണ്ട്, ഒരു 100 അടി വ്യത്യാസത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്തു? ഒന്ന് കൈ ഞൊടിച്ചു. കൈ ഞൊടിക്കഴിഞ്ഞല്ലേ കൈ ഞൊടിക്കുന്നത്, ആ കൈ ഞൊടിച്ചു. ആദ്യം നായ കുരച്ചുകൊണ്ട് ചാടി. അത് കേട്ടിട്ട് ആ നായ ആദ്യം കുരച്ചുകൊണ്ടങ്ങ് എടുത്തു ചാടി. ഒന്നുകൂടെ നോക്കിക്കേ. ആ സ്വാമി എന്ത് ചെയ്തു? സ്വാമി നേരെ നായയുടെ അടുത്ത് ഏകദേശം 100 അടി അകലത്തിൽ നിലയുറപ്പിച്ച് കൈയൊന്ന് ഞൊടിച്ചു. ആ സമയം അത് കേട്ട ഉടനെ ആദ്യം നായ എന്ത് ചെയ്തു? നായ കുരച്ചുകൊണ്ട് എടുത്ത് ചാടി. കുരച്ചുകൊണ്ട് ആദ്യം നായ ചാടി. നായ സ്വാമിയെ ആക്രമിച്ചു എന്ന് ധരിച്ച് ആളുകൾ നിലവിളിച്ചു. നായ എന്ത് ചെയ്തു? ആ സ്വാമിയെ ആക്രമിച്ചു എന്ന് കരുതി ആളുകളെല്ലാം കൂടി അവിടെ ഉറക്കെ നിലവിളിച്ചു. പക്ഷേ അടുത്ത നിമിഷം അവർ കണ്ടത് നായയുടെ ചെവിക്ക് പിടിച്ചുകൊണ്ട് മൂളിപ്പാട്ട് പാടി നടക്കുന്ന സ്വാമിയെയാണ്. അടുത്ത നിമിഷം എന്താണ് കാണുന്നത്? ആ നായയുടെ ചെവിക്ക് പിടിച്ചു. വേറെ നായ പിടിക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? ആ നായയുടെ ചെവിക്ക് പിടിച്ചുകൊണ്ട് മൂളിപ്പാട്ട് പാടി നടക്കുന്ന സ്വാമികളെയാണ്. പിന്നെ എല്ലാവരും കാണുന്നത് ചെവിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്ന, മൂളിപ്പാട്ട് പാടി പോകുന്ന ആ സ്വാമിയാണ് എല്ലാവരും കാണുന്നത്. ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഒരു അനുഭവമായിരുന്നു അത്. അവിടെ കൂടി നിന്ന ജനങ്ങളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു അനുഭവമായിരുന്നു അത്. ഈ സംഭവം സ്വാമികളുടെ കീർത്തി വർദ്ധിപ്പിച്ചു. ചേർത്തല, തുറവൂർ മുതലായ സ്ഥലങ്ങളിലുള്ള സുഹൃത്തുക്കളുടെ വീടുകളിൽ സ്വാമികൾ താമസിക്കുമായിരുന്നു. ഇപ്പോഴത്താണ് ചേർത്തലയും തുറവൂരും അങ്ങനെ മുതലായിട്ടുള്ള സ്ഥലങ്ങളിലുള്ള സുഹൃത്തുക്കളുടെ വീടുകളിൽ സ്വാമികൾ താമസിക്കുമായിരുന്നു. ഇക്കാലത്ത് ഒരു ആൺകുട്ടിയെ അദ്ദേഹത്തിന് പരിചാരകനായി ലഭിച്ചു. ആ സമയത്ത് എവിടെ താമസിക്കുമ്പോഴാണ്? ചേർത്തല, തുറവൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ അദ്ദേഹങ്ങൾ വീട്ടിൽ താമസിക്കുന്ന പതിവുണ്ടായിരുന്നു. അപ്പോഴെന്താണ് അക്കാലത്ത് എന്താണ് ഒരു ആൺകുട്ടിയെ അദ്ദേഹത്തിന് പരിചാരകനായിട്ട് ലഭിച്ചു. പരിചാരകനായിട്ട് അദ്ദേഹത്തിന് ഒരു ആൺകുട്ടിയെ ലഭിച്ചു. പിൽക്കാലത്ത് നിഴൽ പോലെ സ്വാമികൾക്കൊപ്പം അവസാന കാലം വരെ ഉണ്ടായിരുന്ന പത്മനാഭ പണിക്കരായിരുന്നു ആ ബാലൻ. ആ ബാലൻ ആരായിരുന്നു? അദ്ദേഹത്തിന്റെ പിന്നീടുള്ള കാലത്ത് നിഴൽ പോലെ സ്വാമികൾക്കൊപ്പം അവസാന കാലം വരെ ഉണ്ടായിരുന്ന പത്മനാഭ പണിക്കരായിരുന്നു ആ ബാലൻ. നിഷ്കളങ്കനും സത്യസന്ധനും അനുസരണമുള്ളവനുമായിരുന്നു ആ ബാലൻ. ആ ബാലൻ എന്താണ്? വളരെ നിഷ്കളങ്കനും സത്യസന്ധനുമായിരുന്നു, അനുസരണമുള്ളവനുമായിരുന്നു ആ ബാലൻ. അപ്പോൾ എന്താണ്? എവിടെ വെച്ചാണ്? ചേർത്തല, തുറവൂർ മുതലായ സ്ഥലങ്ങളിലുള്ള സുഹൃത്തുക്കളുടെ വീടുകളിൽ സ്വാമികൾ താമസിക്കുമായിരുന്നു. അപ്പോൾ ഇക്കാലത്താണ് ഒരു ആൺകുട്ടിയെ അദ്ദേഹത്തിന്റെ പരിചാരകനായി ലഭിച്ചത്. എന്താണ്? പിൽക്കാലത്ത് നിഴൽ പോലെ സ്വാമികൾക്കൊപ്പം അവസാന കാലം വരെ ഉണ്ടായിരുന്ന പത്മനാഭ പണിക്കരായിരുന്നു ആ ബാലൻ. നിഷ്കളങ്കനും സത്യസന്ധനും അനുസരണമുള്ളവനുമായിരുന്നു ആ ബാലൻ. വളരെ നിഷ്കളങ്കനും സത്യസന്ധനുമായിരുന്നു, അതുപോലെ തന്നെ എന്തായിരുന്നു? അനുസരണമുള്ളവനുമായിരുന്നു ആ ബാലൻ. ഇവിടെ നിന്നുള്ള യാത്രകൾക്കിടയിലാണ് സ്വാമികൾ വടക്കൻ പറവൂരിൽ എത്തിയത്. ഇവിടെ നിന്നുള്ള യാത്രകൾക്ക് ശേഷമാണ് സ്വാമികൾ ഇവിടെ എത്തിയത്? വടക്കൻ പറവൂരിൽ എത്തിയത്. വൈക്കം സന്ദർശന വേളയിൽ സ്വാമിയുടെ പ്രഭാഷണത്തിലും പ്രബോധനത്തിലും ആകൃഷ്ടനായ കൊളവേലി കൃഷ്ണൻ വൈദ്യരാണ് അദ്ദേഹത്തെ വടക്കൻ പറവൂരിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. എന്താണ്? അദ്ദേഹം അവിടെ നിന്നുള്ള യാത്രക്കിടയിലാണ്, അവിടെ നിന്ന് തുടങ്ങിയ യാത്രകൾക്കിടയിലാണ് സ്വാമികൾ വടക്കൻ പറവൂരിൽ എത്തുന്നത്. എറണാകുളം ജില്ലയിലെ ഒരു ഭാഗമല്ലേ വടക്കൻ പറവൂർ? അദ്ദേഹം വടക്കൻ പറവൂരിൽ എത്തുന്നത്. വൈക്കം സന്ദർശന വേളയിൽ സ്വാമിയുടെ പ്രഭാഷണത്തിലും പ്രബോധനത്തിലും ആകൃഷ്ടനായ കൊളവേലി കൃഷ്ണൻ വൈദ്യരാണ് അദ്ദേഹത്തെ വടക്കൻ
വടക്കൻ പറവൂരിലേക്ക് കൂട്ടിക്കൊണ്ട് പോയത്. എന്താണ് അദ്ദേഹം അവിടെ നിന്ന് വടക്കൻ പറവൂരിൽ എത്തി. എന്നിട്ട് എന്താണ് വൈക്കം സന്ദർശന വേളയിൽ സ്വാമിയുടെ പ്രഭാഷണത്തിലും പ്രബോധനത്തിലും ആകർഷണനായ കൊളവേലി കൃഷ്ണൻ വൈദ്യരാണ് അദ്ദേഹത്തെ വടക്കൻ പറവൂരിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? കൊളവേലി കൃഷ്ണൻ വൈദ്യർ അദ്ദേഹത്തെ വടക്കൻ പറവൂരിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൊച്ചി വേലുപിള്ളയുടെ അതിഥിയായി താമസിക്കുന്ന അവസരത്തിലാണ് പിൽക്കാലത്ത് സ്വാമിയുടെ ശിഷ്യനായി തീർന്ന തീർത്ഥപാദ പരമഹംസ സ്വാമികൾ ചട്ടമ്പി സ്വാമികളെ കാണുന്നത്. അപ്പോഴെന്താണ് അടുത്തത്? കൊച്ചുവേലിപ്പിള്ളയുടെ അതിഥിയായിട്ട് താമസിക്കുന്ന അവസരത്തിലാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? കൊച്ചി വേലിപ്പിള്ളയുടെ അതിഥിയായിട്ട് താമസിക്കുന്ന അവസരത്തിലാണ് പിൽക്കാലത്ത് സ്വാമിയുടെ ശിഷ്യനായി തീർന്ന തീർത്ഥപാദ പരമഹംസ സ്വാമികൾ ചട്ടമ്പി സ്വാമികളെ കാണുന്നത്. പൂർവാശ്രമത്തിൽ നാണുകുറുപ്പ് എന്നു പേരുള്ള ആ യുവാവ് അമ്മയുടെ ഒരേയൊരു സന്താനമായിരുന്നു. എന്താണ് പൂർവാശ്രമത്തിൽ എന്ന് വെച്ചാൽ തന്റെ കുടുംബ വീട്ടിൽ ആ നാണുകുറുപ്പ് എന്നു പേരുള്ള ആ യുവാവ്, അദ്ദേഹത്തിന്റെ വേലുപിള്ള എന്ന അതിഥിയായ വേലുപിള്ളയുടെ വീട്ടിൽ അതിഥിയായിട്ട് താമസിക്കുന്ന സമയത്താണ് തീർത്ഥപാദ പരമഹംസ സ്വാമികൾ ചട്ടമ്പി സ്വാമികളെ കാണുന്നത്. എന്താണ് പൂർവാശ്രമത്തിൽ എന്താണ് നാണുകുറുപ്പ് എന്ന പേരുള്ള ആ യുവാവ് അമ്മയുടെ ഒരേയൊരു സന്താനമായിരുന്നു. ആ അമ്മയുടെ ഒരേയൊരു ഒരു സന്താനമായിരുന്നു ഈ നാണുകുറുപ്പ്. 1898 തീർത്ഥപാദ പരമഹംസർ ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടുന്നത്. 1899 തീർത്ഥപാദ പരമഹംസ ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടുന്നത്. പരവൂരിലെ വടക്കേക്കര മഠത്തിൽ എന്ന ആഭിജാത നായർ കുടുംബത്തിലെ അംഗമായിരുന്നു അയാൾ. അപ്പോഴെന്താണ് അദ്ദേഹം ആരാണ്? ആ തീർത്ഥപാദ പരമഹംസർ ആരാണ്? അദ്ദേഹം പറവൂരിലെ വടക്കേക്കര മഠത്തിൽ എന്ന ആഭിജാത നായർ കുടുംബത്തിലെ അംഗമായിരുന്നു. അദ്ദേഹം ഒരു നായർ കുടുംബത്തിലെ അംഗമായിരുന്നു അയാൾ. ചട്ടമ്പി സ്വാമികൾ മന്ത്രോപദേശം നൽകി തീർത്ഥപാദ ഹംസരെ തന്റെ ശിഷ്യനായി സ്വീകരിച്ചു. അപ്പോഴെന്താണ് ചട്ടമ്പി സ്വാമികൾ എന്ത് ചെയ്തു? മന്ത്രോപദേശം നൽകിയിട്ട് തീർത്ഥപാദ ഹംസരെ തന്റെ ശിഷ്യനായി സ്വീകരിച്ചു. തീർത്ഥപാദ പരമഹംസർ ജ്യോതിശാസ്ത്രജ്ഞൻ, വാഗ്മി എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു. ആ തീർത്ഥപാദ പരമഹംസർ എന്താണ്? ജ്യോതിശാസ്ത്രജ്ഞൻ, വാഗ്മി എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു. പറവൂരിലെ സ്വാമി ഏറെ സ്നേഹിച്ചിരുന്ന ഒരു മാന്യനായിരുന്നു ചേറായി അച്യുതൻ വൈദ്യൻ. അപ്പോഴെന്താണ് ആ പറവൂരിൽ എന്താണ് അദ്ദേഹം പറവൂരിൽ താമസിച്ചിരുന്ന സമയത്ത് സ്വാമി ഏറെ സ്നേഹിച്ചിരുന്ന ഒരു മാന്യനായിരുന്നു ചേറായി അച്യുതൻ വൈദ്യൻ. പേരുകൾ മറന്നു പോരുതേ മക്കളെ. ചേറായി അച്യുതൻ വൈദ്യൻ. പറവൂരെത്തിയാൽ അച്യുതൻ വൈദ്യരെ കാണാതെ സ്വാമി തിരിച്ചു പോകില്ലായിരുന്നു. എന്താണ് അദ്ദേഹം പറവൂരെത്തി കഴിഞ്ഞാൽ എന്താണ് പറവൂരെത്തിയാൽ അച്യുതൻ വൈദ്യരെ കാണാതെ സ്വാമി തിരിച്ചു പോകില്ലായിരുന്നു. സ്വന്തം കൈകൊണ്ട് ആഹാരം പാകം ചെയ്ത് അത് സ്വാമികൾക്ക് വിളമ്പി കൊടുക്കുവാൻ വൈദ്യർക്ക് വലിയ താല്പര്യമായിരുന്നു. എന്താണ് സ്വന്തം കൈകൊണ്ട് ആഹാരം പാചകം ചെയ്ത് അദ്ദേഹത്തിന്റെ സ്വന്തം കൈകൊണ്ട് തന്നെ അദ്ദേഹം ആഹാരം പാചകം ചെയ്ത് അത് സ്വാമികൾക്ക് വിളമ്പി കൊടുക്കുവാൻ വൈദ്യർക്ക് വലിയ താല്പര്യമായിരുന്നു. വൈദ്യരും സ്വാമികളും തമ്മിലുള്ള ബന്ധം സുദൃഢമായിരുന്നു. എന്താണ് ആ വൈദ്യരും സ്വാമികളുമായിട്ടുള്ള ബന്ധം വളരെ ദൃഢമായിരുന്നു. അപ്പോൾ ഈ ഒരു അധ്യായം നമുക്ക് ഇത്രയും ഭാഗമാണ് പഠിക്കാനുള്ളത്. ഇതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച മക്കളെ. നമ്മളുടെ ചട്ടമ്പി സ്വാമികളുടെ ആലുവായിലെ താമസത്തെ പറ്റി നമുക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതാം. എന്താണ് ആലുവയിൽ അദ്ദേഹം എവിടെയാണ് താമസിച്ചിരുന്നത്? അദ്ദേഹത്തിന്റെ ഒരു പഴയ പരിചയക്കാരനായ പോലീസ് സൂപ്രണ്ട് പാച്ചുപിള്ളയോടൊപ്പം അദ്ദേഹം താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പണ്ടത്തെ ഒരു പരിചയക്കാരനായ പോലീസ് സൂപ്രണ്ട് പാച്ചുപിള്ളയോടൊപ്പം അദ്ദേഹം താമസിച്ചിരുന്നു. അപ്പോഴെന്താണ് അവിടെ വെച്ച് എന്താണ് അദ്ദേഹം എന്താണ് അടുത്ത് ഉൽപ്പതിഷ്ഠുക്കളായിട്ടുള്ള നിരവധി യുവാക്കൾ സ്വാമിയെ കാണുവാൻ വരുമായിരുന്നു. പിന്നെ എന്താണ് രാത്രി കാലങ്ങളിൽ ആ യുവാക്കളോടൊത്ത് ആലുവ മണപ്പുറത്തുകൂടെ വേദാന്ത വ്യവഹാരങ്ങൾ ചർച്ച ചെയ്ത് നടക്കുമായിരുന്നു. പിന്നെന്താണ് ആ യുവാക്കളിൽ ഒരാളായിരുന്നു കാലൂർ കണ്ടൻ വൈദ്യൻ. ചിലപ്പോഴൊക്കെ സ്വാമി കാലൂർ കണ്ടൻ വൈദ്യയുടെ വീട്ടിൽ താമസിച്ചിരുന്നു.
അതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അതിന് ഉത്തരമായിട്ട് എഴുതാൻ പറ്റും. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് അതിനകത്ത് ചോദിക്കുകയാണെങ്കിൽ ആലുവായിൽ വെച്ച് സ്വാമി പരിചയപ്പെടാനിടയായ സമാന ചിന്താഗതിക്കാരായത് ആരെല്ലാം? അവരുമായിട്ടുള്ള സൗഹൃദത്തെ പറ്റിയൊക്കെ ചോദിക്കാം. അത് ഏതൊക്കെയാണ് സമാന ചിന്താഗതിക്കാരായിട്ടുള്ള? ചന്തുലാലൊക്കെ വരുന്നില്ലേ, ആ രജപുത്ര വംശത്തിൽപ്പെട്ട ചന്തുലാല്, അദ്ദേഹത്തെ ആ ഒരു സുഹൃത്ത്, അതെല്ലാം ചേർത്ത് നമുക്കതിന് ഉത്തരമായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. പിന്നെന്താണ്? വിവേകാനന്ദ സ്വാമികളുമായിട്ടുള്ള കണ്ടുമുട്ടൽ. ചട്ടമ്പി സ്വാമികളും വിവേകാനന്ദനുമായിട്ടുള്ള കണ്ടുമുട്ടൽ നമുക്ക് എഴുതാം. 1892 ഡിസംബറിലാണ്. എവിടെയാണ് വിവേകാനന്ദ സ്വാമികൾ? മൈസൂരിൽ നിന്നും ഇവിടേക്ക് തൃശ്ശൂർ വഴി എറണാകുളത്തേക്ക് എത്തിയത്. പിന്നെ കൊളംബോയിലേക്കുള്ള യാത്രാമധ്യയായിരുന്നു അത്. അങ്ങനെ അദ്ദേഹവുമായിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം നമുക്ക് എഴുതാലോ. എന്താണ്, അവർ ഏത് ഭാഷയിലാണ് അവർ ആശയവിനിമയം നടത്തിയത്? സംസ്കൃതത്തിലായിരുന്നു അല്ലേ? അപ്പൊ എന്താണ് ഈ ദൃശി ചിന്മുദ്ര എന്നുള്ള ചിന്മുദ്ര അറിയാം? എന്താണ് ചിന്മുദ്ര? ആ ചിന്മുദ്ര എന്താണെന്നുള്ള ചോദ്യങ്ങൾക്ക് എന്താണ് മറുപടി? എന്താണ് ആ ചിന്മുദ്ര എന്താ എന്നുള്ളത് മാത്രമല്ല, അതിന്റെ പ്രവർത്തനം എന്താണെന്ന് പോലും ചട്ടമ്പി സ്വാമികൾ വിശദീകരിച്ചത് വിവേകാനന്ദനെ അത്ഭുതപ്പെടുത്തി. നിങ്ങൾ തന്നെ യോഗയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പറയാം, ഈ ചിന്മുദ്ര ഇങ്ങനെ പിടിച്ചു വെച്ചത് എന്താണ്? നമ്മുടെ ശരീരത്തിന് ഒരുപാട് പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടുന്ന കാര്യമാണ്. ഒരുപാട് കൂടുതലായിട്ട് പറഞ്ഞു തരാൻ എനിക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിവില്ല കേട്ടോ. എന്നാലും ചിന്മുദ്ര. പിന്നെന്താണ് വേറെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏത് വരും ഇതിനകത്ത് ഈ ഭാഗത്തുനിന്ന്? എന്താണ്? സ്വാമിയുടെ സാന്നിധ്യത്തിൽ ഹിംസ്ര ജന്തുക്കൾ പോലും ശാന്തരാകുമായിരുന്നു എന്നതിന്റെ ഉദാഹരണം എന്ത്? എന്തായിരുന്നു? എവിടായിരുന്നു? എവിടെ വെച്ചായിരുന്നു? എറണാകുളത്തായിരുന്ന സമയത്തല്ലേ എക്സൈസ് ഇൻസ്പെക്ടർ ആയിരുന്ന പട്ടാണിയുടെ മഹാശൂരനായിട്ടുള്ള ഒരു നായ ചങ്ങല പൊട്ടിച്ച് പുറത്തു ചാടി കണ്ടവരെല്ലാം കടിച്ചു. അപ്പോൾ പിന്നെ അതിനെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി പോലീസ് ഇൻസ്പെക്ടർ തീരുമാനിക്കുകയും ആ സമയത്ത് ചട്ടമ്പി സ്വാമി അവിടെ എത്തുകയും പിന്നെന്താണ് ഒന്ന് കൈ ഒടിച്ച് ആ നായ കുരച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. അപ്പോഴെന്താണ് കണ്ടു നിന്നവരെല്ലാം എന്താണ് കരുതിയത്? ഓഹോ, നായ അദ്ദേഹത്തെ കടിച്ചു കൊന്നെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്താണ് കണ്ടത്? ആ നായയുടെ ചെവിയിൽ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന ചട്ടമ്പി സ്വാമിയാണ് കണ്ടത് അല്ലേ? അത് വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു അനുഭവമായിരുന്നു. പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്ത് ചോദിക്കാവുന്ന കുറേ ചോദ്യങ്ങളുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന്. നമ്മുടെ പത്മനാഭ പണിക്കർ എന്ന ശിഷ്യനെ സ്വാമികൾക്ക് ലഭിച്ചത് എങ്ങനെ? എന്താണ് നമുക്ക് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. എന്താണ് ആ പത്മനാഭ പണിക്കർ ഇവിടെ വെച്ചാണ് അദ്ദേഹത്തിന് കിട്ടിയത്? ആ ചേർത്തല, തുറവൂർ മുതലായ സ്ഥലങ്ങളിലുള്ള സുഹൃത്തുക്കളുടെ വീട്ടിൽ സ്വാമികൾ താമസിക്കുന്ന സമയത്താണ് ഒരു ആൺകുട്ടിയെ അദ്ദേഹത്തിന് പരിചാരകനായിട്ട് കിട്ടുകയും പിന്നെന്താണ് പിൽക്കാലത്തൊരു നിഴൽ പോലെ സ്വാമികൾക്കൊപ്പം അവസാന കാലം വരെ ഉണ്ടായിരുന്ന പത്മനാഭ പണിക്കർ എന്താണ് ആ ബാലൻ എങ്ങനെയുള്ള നിഷ്കളങ്കനും സത്യസന്ധനും അനുസരണമുള്ളവനുമായിരുന്നു ആ ബാലൻ. പിന്നെ ഒരു ചോദ്യം ചോദിക്കാവുന്നത്, സ്വാമികൾ വടക്കൻ പറവൂരിൽ എത്തിയത് എങ്ങനെ? അതെന്താണ്? അവിടെ നിന്നുള്ള യാത്രകൾക്കിടയിലാണ് സ്വാമികൾ വടക്കൻ പറവൂരിൽ എത്തിയത്. വൈക്കം സന്ദർശന വേളയിൽ സ്വാമിയുടെ പ്രഭാഷണത്തിലും പ്രബോധനത്തിലും ആകൃഷ്ടനായ കൊളവേലി കൃഷ്ണൻ വൈദ്യരാണ് അദ്ദേഹത്തിന്റെ വടക്കൻ പറവൂരിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. പിന്നെയുണ്ടല്ലോ അടുത്ത ക്വസ്റ്റ്യൻ, വേറൊരു ക്വസ്റ്റ്യൻ, തീർത്ഥപാദ പരമഹംസരുമായിട്ടുള്ള സ്വാമികളുടെ കണ്ടുമുട്ടൽ. അപ്പോഴെവിടെ വെച്ചാണ്? അപ്പൊ അത് ഈ കൊച്ചുവേലിപ്പിള്ളയുടെ വീട്ടിൽ അതിഥിയായിട്ട് താമസിക്കുന്ന അവസരത്തിലാണ് സ്വാമിയുടെ ശിഷ്യനായി തീർന്ന തീർത്ഥപാദ പരമഹംസരെ കാണുന്നത് അല്ലേ? അപ്പോൾ എന്നിട്ടാണ് അവർ പൂർവാശ്രമത്തിൽ നാണുകുറുപ്പ് എന്ന പേരിലാണ് ആ യുവാവ് അമ്മയുടെ ഒരേ ഒരു പുത്രനായിരുന്നു. 1899 തീർത്ഥപാദ പരമഹംസ ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടുകയും അദ്ദേഹം എന്താണ് പറവൂരിലെ വടക്കേക്കര മഠത്തിൽ എന്ന ആഭിജാത നായർ കുടുംബത്തിലെ അംഗമായിരുന്നു. എന്താണ് ചട്ടമ്പി സ്വാമികൾ മന്ത്രോപദേശം നൽകിയാണ് അദ്ദേഹത്തെ ശിഷ്യനായി സ്വീകരിച്ചത്. പിന്നെ നമുക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ടതെന്ന് പറയാൻ പറ്റുന്നത് ചിറായി അച്യുതൻ വൈദ്യരുമായിട്ടുള്ള
സൗഹൃദത്തെ പറ്റി എഴുതാം. എന്താണ്? തീർത്ഥപാദ പരമഹംസർ ജ്യോതിശാസ്ത്രജ്ഞൻ വാഗ്മി എന്ന നിലകളിൽ പ്രശസ്തനായിരുന്നു. പറവൂരിൽ സ്വാമി ഏറെ സ്നേഹിച്ചിരുന്ന ഒരു മാന്യനായിരുന്നു ചേറായി അച്യുതൻ വൈദ്യൻ. പറവൂരിലെത്തിയ അച്യുതൻ വൈദ്യരെ കാണാതെ സ്വാമി തിരിച്ചു പോകില്ലായിരുന്നു. സ്വന്തം കൈകൊണ്ട് ആഹാരപാകം ചെയ്ത് സ്വാമികൾക്ക് വിളമ്പിക്കൊടുക്കുവാൻ വൈദ്യർക്ക് വലിയ താല്പര്യമായിരുന്നു. അല്ലേ? വൈദ്യരും സ്വാമികളും തമ്മിലുള്ള ബന്ധം സുദൃഢമായിരുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഈ പഠിച്ച പാഠഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതുണ്ട്. അപ്പോൾ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് വായിച്ചു നോക്കുക. അപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ നോട്ട് തരേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഞാനിപ്പോൾ ഈ നോട്ടിനകത്ത് തന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വായിച്ച് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ടഫായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസും ഇല്ല നമുക്ക്. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കുക, നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ മക്കളെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ.